ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു PSC ഇടം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 104/2024 ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? നിർദ്ദേശിക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. മൗലികാവകാശങ്ങൾ 6 എണ്ണമുണ്ട്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 4 ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഏതൊക്കെയാണ് ഭരണഘടനാ പ്രസ്താവനയായിട്ട് ശരിയായിട്ടുള്ളത്? 1, 2, 4 ഓക്കെ. നിർദ്ദേശിക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. മൗലികാവകാശങ്ങൾ 6 എണ്ണമുണ്ട്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ആമുഖം തയ്യാറാക്കിയത് നമ്മുടെ അംബേദ്കർ ആണ് കേട്ടോ. സോ ആൻസർ വരുന്നത് ബി ആണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നതിൽ ഏത് അവകാശത്തെയാണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ്? ആൻസർ വരുന്നത് സി ആണ്, ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം. അപ്പം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. നിർദ്ദേശിക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? നിർദ്ദേശിക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? നിർദ്ദേശിക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് നിർദ്ദേശിക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം? ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951 ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത്. ഇപ്പം നിർദ്ദേശിക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതെന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തതെന്ന് പറയുന്നത് 1951. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണിയായിരുന്നു. ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. അപ്പം ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വണ്ണാണ് ശരിയല്ലാത്തത്. ബാക്കി ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനും ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആര്? സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാംസെ അച്ച എന്നൊരു ഗാനം രചിച്ചത്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ സി, 4 മാത്രമാണ്. ബാക്കി 3 ശരിയാണ്. ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. മഹാത്മാ എന്ന ഗാന്ധിജി ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 5 തവണയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. മഹാത്മാ എന്ന് ഗാന്ധിജി വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവന സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് എടുത്തതാണ് ദേശീയ മുദ്ര എന്ന് പറയുന്നത്. 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. അപ്പം 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ആൻസേഴ്സ് എന്ന് പറയുന്നത്. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നും എടുത്ത ദേശീയ മുദ്ര 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക എന്ന് പറയുന്നത് എന്താണ് സ്വീകരിച്ചത്. കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. 1809 ജനുവരി 11. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ വരുന്നത് 1ഉം 3ഉം ആണ്. മലബാർ കലാപം നടന്നത് 1921 മലബാർ കലാപം നടന്നത്. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. അപ്പോൾ 1921 മലബാർ കലാപം നടന്നു. മലബാർ കലാപത്തിന് ഖിലാഫത്തിന്റെ പ്രസ്താവന പിന്തുണ ഉണ്ടായിരുന്നു. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഗൗരി പാർവതിബായി ആണെന്ന് പറയുന്നത് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. പഴശ്ശിരാജ വീരചരമം പ്രാപിച്ചത് എന്ന്? പഴശ്ശിരാജ
ചരമം പ്രാപിച്ചത് എന്ന്? 1805 നവംബർ 30-നാണ് പഴശ്ശിരാജ വീരചരമം അതായത്. മാനക വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? മാനവിക വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലാൻഡ് ആണ്. കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്രയാണ്? കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് 94%. സാമ്പത്തികാസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം? സാമ്പത്തികാസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ബക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ബക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? സത്ലജിലാണ് ബക്രാനങ്കൽ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നത് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ഹോമി ജഹാംഗീർ ഭാബയുടെ നേതൃത്വത്തിലാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിച്ചത്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിത കലാ അക്കാദമിയുടെ ആസ്ഥാനം ഏതാണ്? ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? താഴെ പറയുന്നവയിൽ ആരാണ് ആദ്യത്തെ റെയിൽവേ മന്ത്രി? ആരാണ്? ഇന്ത്യയിലെയാണ് ചോദിച്ചിരിക്കുന്നത്, സ്വതന്ത്ര ഇന്ത്യയിലെ. ജോൺ മത്തായിയാണ്. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14-നാണ്. ISROയുടെ ചാന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ISROയുടെ ചാന്ദ്രയാൻ ഇതനുസരിച്ച് ശരിയായ പ്രസ്താവനകൾ: 2023 ജൂലൈ 14-ന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5-ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23-ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സമീപം ലാൻഡ് ചെയ്തു. ഇത് മൂന്നും ശരിയാണ് കേട്ടോ. 2023 ജൂലൈ 14-നാണ് സതീഷ് ധവാനിൽ നിന്ന് ഇതാക്കിയത്. 2023 ഓഗസ്റ്റ് 5-ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ഓഗസ്റ്റ് 23-ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സമീപം ലാൻഡ് ചെയ്തു. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ശരിയല്ലാത്തത് ഏതാണ് വരുന്നത്? 2ഉം 3ഉം ശരിയല്ല കേട്ടോ. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഉയരം എന്ന് പറയുന്നത്. കൂടാതെ ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയതിൽ നിന്നും ശരിയല്ലാത്തത് കണ്ടുപിടിക്കുക. ഇതിൽ നിന്നും ശരിയല്ലാത്തത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വെള്ളച്ചാട്ടങ്ങളുടെ പട്ടിക ചുവടെ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും ശരിയല്ലാത്തത് കണ്ടെത്തുക. ഏതാണ് ശരിയല്ലാത്തത്? വാഴച്ചാൽ പത്തനംതിട്ടയാണ് ശരിയല്ലാത്തത്. തുഷാരഗിരി കോഴിക്കോടാണ്. ചിയാപ്പാറ ഇടുക്കിയിലാണ്. പാലരുവി കൊല്ലത്താണ്. തുഷാരഗിരി എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ചിയാപ്പാറ എന്ന് പറയുന്നത് ഇടുക്കിയിലാണ്. കേരള മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കുക. മത്സ്യഫെഡ് ആരംഭിച്ചത് വർഷം 1984-ലാണ്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. ഇത് മൂന്നും ശരിയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതമാണ്. അതുപോലെ തന്നെ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളയാണ്. ഇതാണ് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. ഇതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ്. ഇതിലേതൊക്കെയാണ് ദേശീയോദ്യാനങ്ങൾ? തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. സോ വന്നിരിക്കുന്ന 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. ഇത് രണ്ടും കറക്റ്റാണ് കേട്ടോ. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡികൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. ഇതിൽ ഏതൊക്കെ നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്? 1ഉം 2ഉമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. കബനിയും പമ്പാറുമാണ് കിഴക്കോട്ട് ഒഴുകുന്നത് കേട്ടോ. വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിൽ ഏത്? വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിൽ ഏതാണ്? പദ്ധതികൾ വിലയിരുത്തി മുൻകാല ആക്രമണത്തിന് ജില്ലാ പഞ്ചായത്തിൽ സമർപ്പിക്കുക. ഇതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. താഴെ പറയുന്നതിൽ കടൽത്തീരമില്ലാത്ത ജില്ല. താഴെ പറയുന്നതിൽ കടൽത്തീരമില്ലാത്തത് കോട്ടയത്താണ്.
കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ ശരിയല്ലാത്തത് കണ്ടെത്തുക. 2ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. സോ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ബംഗാൾ ഉൾക്കടലിന് പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് എന്ന് പറയുന്നത് ഇന്ത്യൻ കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെൽറ്റ രൂപീകരണവും നടക്കുന്നുണ്ട്. ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഹിമാലയൻ നദികളുടെ പ്രസ്താവനകൾ ശരിയല്ലാത്തത് 3ഉം 4ഉമാണ് ശരിയല്ലാത്തത്. ബാക്കി അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ്, അപരദന തീവ്രത കൂടുതലാണ് ഇവിടെ എന്ന് പറയുന്നത്. താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. 1ഉം 2ഉമാണ്. അതായത് നെവാഷേവയും കട്ലയാണ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ എന്ന് പറയുന്നത് നെവാഷേവ, കട്ല. താഴെ പറയുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ കണ്ടെത്തുക. താഴെ പറയുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ കണ്ടെത്തുക. ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതങ്ങൾ എന്ന് പറയുന്നത്? കാവേരിയാണ് കേട്ടോ. സോറി, ക്വസ്റ്റ്യൻ മാറിപ്പോതാം. താഴെ പറയുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ഇതെന്ന് പറയുന്നത് പർവ്വതനിരകൾ എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. അതായത് നമ്മുടെ കാരക്കോറവും സസ്കറും ആണ് കേട്ടോ. ട്രാൻസ് ഹിമാലയത്തിൽ കാരക്കോറും സസ്കറും. ഏത് നദിയുടെ പോഷക നദിയാണ് കബനി എന്ന് പറയുന്നത്? ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? കാവേരിയുടെ പോഷക നദിയാണ് കബനി. 2024 T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക. 2024 T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യം ഏതാണ്? 1ഉം 3ഉമാണ്. അതായത് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയാണ് T20 ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ചത്. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? രാഹുൽ ഗാന്ധിയാണ് കേട്ടോ. 2024 G20 ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം. G20 ഉച്ചകോടിക്ക് വേദിയാവുന്നത് ബ്രസീലാണ്. താഴെ പറയുന്നതിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? ഏതൊക്കെ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. കാർഷിക മേഖല, വ്യവസായിക മേഖല, സേവന മേഖല. കഥകളിലെ വേഷങ്ങൾ താഴെ പറയുന്നതിൽ നിന്നും കണ്ടെത്തുക. കഥകളിലെ വേഷങ്ങൾ താഴെ പറയുന്നതിൽ നിന്നും കണ്ടെത്തുക. ഏതാണ്? 1ഉം 3ഉം മാത്രമാണ് കേട്ടോ. അതായത് കത്തി, കരി, താടിയും പച്ചയും മിനുക്കും. കളിക്കാരുടെ എണ്ണം 11ആയി നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളികളിലാണ്? കളിക്കാരുടെ എണ്ണം 11ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ക്രിക്കറ്റും ഹോക്കിയും അതുപോലെ തന്നെ ഫുട്ബോളിനുമാണ് കേട്ടോ. ആൻസർ വരുന്നത് ബി ആണ്, 1ഉം 3ഉം. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ, ഇതിനാണ് 11 പേര് വേണ്ടത് കേട്ടോ. താഴെ പറയുന്നതിൽ മഹാകവി വള്ളത്തോൾ നാരായണന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നതിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടുത്താത്തത് ഏതൊക്കെയാണ്? രാത്രിമഴയാണ് കേട്ടോ, രാത്രിമഴ. താഴെ പറയുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ്? താഴെ പറയുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ഹിലാരി ക്ലിന്റൺ മാത്രമാണ്. ഹിലാരി ക്ലിന്റൺ മാത്രമാണ് എന്ന് പറയുന്ന പ്രസിഡന്റ് പദവി വഹിക്കാത്തത്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഇതിനനുസരിച്ച് പുറത്തിറക്കിയ നാണയത്തിന്റെ ഇതെന്ന് പറയുന്നത് 75 രൂപയാണ്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ പഴയ പാർലമെന്റിനും സംവിധാൻ സദൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സംവിധാൻ സദൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബെഞ്ചമിൻ നെത്യാഹു എന്ന ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ബെഞ്ചമിൻ നെത്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ബെഞ്ചമിൻ നെത്യാഹു എന്ന് പറയുന്നത് ഇസ്രായേലിലെ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്ന ബെഞ്ചമിൻ നെത്യാഹു എന്ന് പറയുന്നത്. താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? താഴെ പറയുന്നതിൽ ആരുടെ ജന്മദിനമാണ് ജൂലൈ 12 ബാലവേല ദിനമായിട്ട് ആചരിക്കുന്നത്? ആൻ ഫ്രാങ്കിന്റെ. ആൻസർ സി ആണ് കേട്ടോ. ആഹാര ശൃംഖലയിൽ ഒന്നാമത്തെ കണികയാൻ സാധ്യതയുള്ള താഴെ പറയുന്നതിൽ ഏതാണ്? ഏതാണ് ആൻസർ വരുന്നത്? പുല്ലാണ്.
ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കരയിനമാണ്? ചന്ദ്രശങ്കര എന്ന് പറയുന്നത് തെങ്ങിന്റെ കാർഷിക വിളയാണ് ചന്ദ്രശങ്കര എന്ന് പറയുന്നത്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. വായ്പുണ്യം ഏത് ജീവിതത്തിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാവുന്നത്? വായ്പുണ്യം ഏത് ജീവിതത്തിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാവുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. താഴെ പറയുന്നതിൽ ശരിയായ ജോഡി ഏതാണ്? താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? 2 മാത്രമാണ് ശരിയായിട്ടുള്ള ജോഡി. അതായത് ദേശീയ പാർക്ക് എന്ന് പറയുന്നത് സൈലന്റ് വാലിയാണ്. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ഏത് വ്യക്തികൾക്കാണ് നൽകുന്നത്? ശാസ്ത്രജ്ഞന്മാർക്കാണ് നൽകുന്നത്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏതാണ്? രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. താഴെ പറയുന്നതിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ ഏതാ? താഴെ പറയുന്നതിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഡി ആണ് വരുന്നത്. അതായത് 1ഉം 4ഉം ആണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡാണ്. pH മൂല്യം 7ൽ കുറവാണ് ആസിഡിനെന്ന് പറയുന്നത്. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം 5 ആണ്. താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാവുന്ന സംസ്ഥാനം ഏതാണ്? താഴെ പറയുന്നതിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാവുന്നത് ആസാമിലാണ്. ദോലന ചലനത്തിൽ പെടാത്തത് ഏതെല്ലാമാണ്? ദോലന ചലനത്തിൽ പെടാത്തത് ഏതെല്ലാമാണ്? 2ഉം 4ഉം ആണ്. ഫാനിലെ ദളങ്ങളുടെ ചലനവും സൈക്കിളിന്റെ ചക്രങ്ങളുടെ ചലനവും ദോലന ചലനത്തിൽ പെടത്തില്ല. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ്. ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആരാണ്? ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആരാണ്? യുജിൻ സെർണൻ ആണ്. യുജിൻ സെർണൻ. ലോക ജലദിനം എന്നാണ്? ലോക ജലദിനം എന്നാണ് മാർച്ച് 22. ജലദോഷമുണ്ടാകുന്ന രോഗകാരി വൈറസ് ആണ്. ഏതിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്? ഏതിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? ഏഡിസ് കൊതുകുകളാണ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് HIV ആണ്. നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് 120/80 ആണ്. മനുഷ്യ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? മനുഷ്യ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികളാണ് കാണപ്പെടുന്നത്? 206 അസ്ഥികളാണ്. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമാണ്? പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്നത് ഇനാമലാണ്. ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം 1 മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും? ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം ശരാശരി എത്ര മിനിറ്റ് സ്പന്ദിക്കും? 72. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ് എംഫിസീമ എന്ന് പറയുന്നത്. അപ്പോൾ പുകയിലയുടെ ഉപയോഗം ഗുണം ശ്വാസകോശത്തിലെ വായുയുടെ അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്നു, ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്നതാണ് എംഫിസീമ. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ടൈഫോയിഡ് ആണ്. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്താണ്? കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേര് മൃതസഞ്ജീവനി. ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയാണ്? ഇരവികുളത്ത് ഏതാണ്? വരയാടാണ്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഏതാണ്? ഹോർട്ടിക്കൾച്ചർ ആണ്. പവിത്ര, അന്നപൂർണ, ഹൊസ്സ എന്നീ മികച്ച വിളവ് നൽകുന്ന ഏത് ഇനമാണ്? പവിത്ര, അന്നപൂർണ, ഹസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്നതെന്ന് പറയുന്നത് നെല്ലിനാണ്. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ച് നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി എന്ന് പറയുന്നത്. കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി എന്ന് പറയുന്നത്. ഇനി മാത്സ് ആണ്. നമ്മൾ ആൻസേഴ്സ് പറയുകയാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 213/8 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം ഏതാണ്? ആൻസർ 1 ആണ്. 24, 15, 36 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? ആൻസർ ഡി ആണ്, 9720.
527.864 എന്ന ദശാംശ സംഖ്യയിൽ എത്ര 1/100 ഉണ്ട്? 6 ഉണ്ട്. 7 1/2, 5 1/4 മടങ്ങ് എത്രയാണ്? ആൻസർ സി ആണ് കേട്ടോ. ആൻസർ സി ആണ്. 39.375. 36 × 24 = 864 ആയാൽ 0.036 × 2.4 എത്രയാണ്? 0.0864. 75-ന് 20%, 150-ന് 45% തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എത്രയാണ്? 96. 30,000 രൂപയ്ക്ക് 15% നിരക്കിൽ 1/2 വർഷത്തെ സാധാരണ പലിശ എത്രയാണ്? 11,250. √0.0676 = 0.26 ആയാൽ 0.026² എത്രയാണ്? 600. ആൻസർ ഡി ആണ് കേട്ടോ. 0.00676. 72 km/h എന്ന് പറയുന്നത് എത്ര m/s ആണ്? 20 m/s ആണ്. ഒരു ബാഗ് 450 രൂപയ്ക്ക് വിറ്റപ്പോൾ 160 രൂപ നഷ്ടം വന്നു എങ്കിൽ നഷ്ട ശതമാനം എത്രയാണ്? 20% നഷ്ടം. 1/3-നും 1/2-നും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? 5/12 ആണ്. തന്നിരിക്കുന്ന സീരീസിലെ ഇടയിൽ വന്നിരിക്കുന്നത് ഏതാണ്? 24 ആണ് കേട്ടോ. ഇതിൻ്റെ സീരീസിലെ ഇടയിൽ വരുന്നത് ഇതായിരിക്കും. 93. ഡി ആണ്. 1985 ഡിസംബർ 25 ബുധനാഴ്ച ആയാൽ 1988 ജനുവരി 2 ഏത് ദിവസമായിരിക്കും? ശനിയാഴ്ച ആയിരിക്കും. ഇന്ത്യയിൽ രൂപയാണെങ്കിൽ ജപ്പാനിൽ യെൻ ആണ്. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? 36. രാമുവിന് ക്ലാസ്സിൽ 14 റാങ്ക് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ 40 സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ അവസാനത്തിൽ നിന്ന് നോക്കിയാൽ രാമുവിൻ്റെ റാങ്ക് എത്രയാണ്? 32ാമത്. ആദ്യത്തെ 30 ഇരട്ടസംഖ്യകളുടെ ശരാശരി എത്രയാണ്? ആദ്യത്തെ 30 ഇരട്ടസംഖ്യകളുടെ ശരാശരി. ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണെന്ന് തോന്നുന്നു. 2 വർഷം മുമ്പ് അമ്മയ്ക്ക് മകൻ്റെ 4 മടങ്ങ് പ്രായമുണ്ട്. 2 വർഷം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകൻ്റെ 3 മടങ്ങ് പ്രായം ആകും എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? 10 വയസ്സ്. ഒരു കോഡ് ഭാഷയിൽ ലോട്ടസ് എന്ന വാക്കിന് 26,437 എന്ന് എഴുതിയാൽ അതേ കോഡ് ഭാഷ ഉപയോഗിച്ച് TULSO എന്നത് എങ്ങനെ എഴുതാം? 43,276. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി തൊട്ട് ഡെയിലി നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.